ക്രിക്കറ്റ് എല്ലാവർക്കും സ്വാഗതം. CSK ഇന്നലെ പരാജയപ്പെട്ടല്ലോ. അപ്പൊ CSKയുടെ ക്യാപ്റ്റൻ രുദ്രാജ് ഗെയ്ക്വാദ് എന്താ പറഞ്ഞറിയോ? നമുക്ക് പിച്ചിനെ കുറിച്ച് നിലവിൽ ധാരണ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് CSK നായകൻ രുദ്രാജ് ഗെയ്ക്വാദ് പറയുന്നത്. സ്വന്തം ഹോം ഗ്രൗണ്ടിലാണ് മത്സരം നടന്നത്. എന്നിട്ടാണ് പറയുന്നത്, "We didn't have any idea how Chepauk pitch would play." ഈ ചെപ്പക് പിച്ചിലും കളിക്കാനെ കുറിച്ച് വലിയ ധാരണ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത്. കൃത്യമായിട്ട് നോക്കിയാൽ, അതായത് പവർ പ്ലേയിൽ തന്നെ CSKയുടെ 4 വിക്കറ്റുകൾ പോയിട്ടുണ്ടായിരുന്നു. ഇതിനെ കണ്ടതല്ലേ? GT കംഫർട്ടായിട്ട് 158 റൺസ് എടുത്തവര് കംഫർട്ടബിളി അവരെ ചേസ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയും കണ്ടില്ലേ? CSK പറയുന്നു, "Did not have any idea how the Chepauk pitch was going to play in the day game against GT." അതായത് ആഫ്റ്റർനൂൺ മാച്ചിലൊക്കെ പിച്ചിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി എന്ന് തന്നെ ക്യാപ്റ്റൻ തുറന്ന് പറയുന്നുണ്ട് ഇപ്പോ. പിന്നെ ക്യാപ്റ്റൻ യഥാർത്ഥത്തിൽ നല്ല മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ 26-3 എന്ന് പോയി 36-4 എന്ന് പോയ ടീമിനെ അദ്ദേഹം 187 എത്തിച്ച് കളിച്ചുകൊണ്ട് അദ്ദേഹം മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ട്. അദ്ദേഹം കണ്ടീഷൻ മനസ്സിലാക്കി അവസാനം വരെ അവർ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ആദ്യം കുറച്ച് ബുദ്ധിമുട്ടി പിച്ച് മനസ്സിലാക്കിയ പിന്നീട് അദ്ദേഹം കളിച്ചിട്ടുണ്ടായാലും നമ്മൾ സമ്മതിക്കുകയും വേണം. പക്ഷേ നമ്മൾ അവസാനം കളിച്ച 3 മത്സരങ്ങളുടെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ലൈവ് ഗെയിമാണ്. പക്ഷെ ഇന്ന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുകൂടിയാണ് ഗെയ്ക്വാദ് ഇപ്പോൾ പറയുന്നത്. CSK ഇന്നലെ മത്സരം പരാജയപ്പെട്ടിട്ടുണ്ട്. സായി ദർശനും ജോസ് ബട്ട്ലർക്ക് കൂടി അടിച്ചെടുത്തു. കബാഡയുടെ മുന്നിലേക്ക് വളരെ പോകുന്ന കാഴ്ചയുമാണ് കണ്ടത്. പിന്നെ മീഡിയം പേസേഴ്സും സ്ലോ ബോൾട്ട് അവരെ പേസ് ആൻഡ് ബൗൺസും സ്ലോ ബോൾട്ടൊക്കെ ഇട്ട് നമ്മൾ നല്ലോണം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് ഗെയ്ക്വാദ് പറയുന്നുണ്ട് ഇപ്പോ. പിന്നെ ഓപ്പണിംഗ് സഞ്ജു സാംസൺ, അതായത് നമ്മൾ തുടക്കത്തിൽ തന്നെ 3 വിക്കറ്റ് 4 വിക്കറ്റ് ഒക്കെ നഷ്ടപ്പെട്ട കാര്യം കൂടി ക്യാപ്റ്റൻ പറയുമ്പോൾ ഇപ്പോൾ പോയിന്റ് ടേബിൾ 6ാം സ്ഥാനത്ത് പോയിട്ടുണ്ട്. ഏതായാലും CSK ഹോപ്പുണ്ട് വെച്ചാൽ ഹോപ്പൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കുറച്ച് ടൈറ്റ് ആണെന്ന കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ അപ്ഡേറ്റ്സ് കേട്ടോ.